Hello everyone, welcome back to my channel. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുക്കിംഗ് വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു മമ്മി അവിടെ ഒരു ചെമ്മീൻ വെച്ചിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മമ്മി ഫിഷ് കറിയും ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഈ ചായ ചോദിച്ചു എന്ത് ഒലത്തെന്തെങ്കിലും ഉണ്ടാക്കി കൂടായിരുന്നോ എന്ന് ചോദിച്ചു. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മമ്മി എന്തെങ്കിലും ഒന്ന് ഒലത്ത് മോൻ ചോദിച്ചതല്ലേ വിചാരിച്ചിട്ട് ഒലത്തുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കി കഴിഞ്ഞപ്പോൾ ചെമ്മീൻ കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഒലത്തിന് പകരം ഈ ഫിഷ് ഫ്രൈ ഒക്കെ പോലെ എന്തോ അങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അത് എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് മമ്മി പറഞ്ഞപ്പോൾ അത് കേൾക്കണത്. അപ്പോൾ ഞാനെന്ന് വിചാരിച്ചൊന്ന് ഒരു വീഡിയോ പോലെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കുറച്ച് ചെമ്മീനൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കണേന്ന് മമ്മി അവിടെ ഓൾറെഡി ഉണ്ടാക്കി തുടങ്ങിയെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഒരു ഇൻട്രോ പോലെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഇനിയും കിച്ചണിൽ ചെന്നിട്ട് മമ്മീൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. മമ്മിയുടെ അടുത്ത് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് ചെയ്യുമ്പോൾ പറഞ്ഞു വേണ്ട വീഡിയോയിൽ കാണിക്കാനുള്ളതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും മമ്മി എന്തായാലും വെക്കണതൊക്കെ നല്ല ടേസ്റ്റ് ആവാറുണ്ട്. അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. മമ്മിയോടെ പകുതി മമ്മി കൊണ്ടുപോകുന്നൊക്കെ പറയുന്നുണ്ട്. മമ്മിയുടെ ഓൾറെഡി സവോള, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, മുളക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണെന്ന് മമ്മി പറഞ്ഞത്. അപ്പം നോക്കാം. ഇതിപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് മസാല എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഇട്ട് പരട്ടി വെച്ചേർന്നതാണ് കേട്ടോ. മമ്മി ഇനി എന്താ ചെയ്യണ്ടേ? അതെല്ലാം കൂടി ഒതുക്കണം. ഇനിയിപ്പോൾ ഈ ചെമ്മീനും പിന്നെ മറ്റേ അരിഞ്ഞ് വെച്ചേർന്നതും പിന്നെ തേങ്ങ കുറച്ചും കൂടെ ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒതുക്കിയെടുത്തിട്ട് കാണിച്ചു തരാം. നമ്മളിങ്ങനെ മിക്സിയിലിട്ടിട്ട് ഒതുക്കിയെടുത്തു കേട്ടോ. ഇനി അതിലോട്ട് എന്തൊക്കെ ചേർക്കണ്ടേ? ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതൊക്കെ എന്തോരം വേണമെന്ന് അത് നമ്മുടെ ഒരു കണക്കനുസരിച്ചിട്ടിടാം. മുളക് പൊടി കാശ്മീരിയല്ലല്ലോ, കാശ്മീരി കുറച്ച് കളറായിക്കോട്ടെ. ഇവിടുത്തെ മുളകിന് നല്ല എരിവാണ്, അതുകൊണ്ടാണ് പിന്നെ സെപ്പറേറ്റ് മുളക് പൊടി ഇടാത്തത്. കാശ്മീരി ഇട്ടിട്ടുണ്ട്, പിന്നെ ചില്ലി മറ്റേ ഗ്രീൻ ചില്ലി ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഇനി നിങ്ങൾക്ക് എരിവ് വേണം എന്നുള്ളവർക്ക് മറ്റേ ഇത് കൂടെ ഇടാം. അത് വേണമെങ്കിൽ ഇടാം. ചില്ലി ഫ്ലേക്സ് ഇച്ചിരി ഇടാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ആദ്യം മമ്മി ഇടയ്ക്ക് ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. മമ്മി ഉള്ളത് കൊണ്ട് ഈ 4 മണിക്കൊക്കെ കുറെ വെറൈറ്റി പലഹാരങ്ങൾ കിട്ടാറുണ്ട്. ഈ ചൈനൻ ജിൻഷയ്ക്കൊക്കെ എന്താ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കണ എന്താ പരത്തിയോ അങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ ഉണ്ടാക്കി 4 മണിക്ക് തരാറുണ്ട്. ഈ മമ്മിയും പപ്പിയും പോകുമ്പോഴാണ് ഞങ്ങൾ കഷ്ടപ്പെടാൻ പോണേ. പാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ഉണ്ടാക്കി ഞങ്ങളുടെ ഫിഷ് ഫ്രൈ ഒരു പെട്ടെന്ന് തീർന്നു. അപ്പൊ ചെമ്മീൻ വെച്ചിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മമ്മി. നമ്മുടെ ഓയിൽ ചൂടായി കൊണ്ടിരിക്കാനുണ്ട്. മസാല ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഓരോ ഇതെങ്ങനെയാ കട്ട്ലേറ്റ് ആക്കാം അല്ലേ? ചെമ്മീൻ കട്ട്ലേറ്റ് ആക്കാം, എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മമ്മിക്ക് ചമ്മലാട്ടാ. അടിപൊളിയായിരിക്കും മമ്മി, കാണുമ്പോ തന്നെ അറിയാം. മമ്മി ഇവിടെ ഗാർണിഷ് ചെയ്തുകൊണ്ടിരിക്കുക. മമ്മിയുടെ സ്പെഷ്യൽ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി കഴിച്ചു നോക്കണം. പപ്പയ്ക്ക് കൊടുത്ത് കഴിച്ചു നോക്കിക്കാം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറ പപ്പ. നല്ലൊരു സൂപ്പർ കട്ട്ലേറ്റിന്റെ ഒരു ടേസ്റ്റാണ്. സവോളയും തക്കാളിയും കൂട്ടി അല്പം ഇത് ഈ മുളക് പൊടിയും കൂട്ടി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാരങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി. ഞാൻ കഴിച്ചു നോക്കട്ടെ.
അടിപൊളി, സൂപ്പറായിട്ട് മമ്മി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്നെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇഷ്ടമാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണ്ട മമ്മി? ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം. അതെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിക്കാം. അതെ. അപ്പൊ ഓക്കെ, മമ്മി അയച്ചു നോക്ക്. ശരി, ഓക്കെ ഓക്കെ ഓക്കെ, ബൈ.